ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിറ്റ് ലാബ് ലേണിംഗ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് ആണ്. വാട്ട് യു മീൻ ബൈ സെൻറ്റർ ഓഫ് മാസ്? അതായത് ഒരു ബോഡിയിൽ അതിൻ്റെ ഹോൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ദെൻ ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ഇറ്റ് സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി എന്ന് വെച്ചാൽ എന്താ? ആ ഒരു ബോഡിയുടെ മൊത്തത്തിലുള്ള ഒരു മാസ് ഉണ്ടല്ലോ, ആ മാസ് ഒരൊറ്റ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ and that point is called center of mass of that body. Okay, and it's a point representing the average position of all the mass in the system. Then ഒന്ന് ഇമാജിൻ ചെയ്യുക, അതായത് ഒരു പെന്നോ സ്കെയിലോ എന്തെങ്കിലും ബാലൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഓഫ് മാസിൽ നമ്മൾ ബാലൻസ് ചെയ്യാൻ നോക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ബാലൻസ്ഡ് ആവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് താഴെത്തും. ഓക്കെ, imagine a balancing a ruler on your finger. The point where it balances it close to its center of mass. It's a crucial concept in physics because it simplifies the analysis of motion, especially when dealing with complex objects or system of multiple particles. Okay, അപ്പോൾ ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ഒരു ബോഡിയുടെ മൊത്തത്തിലുള്ള മാസ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ദാറ്റ് പോയിന്റ് ആണ് എന്ത്? സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദാറ്റ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ the center of mass of a system of particles is defined as the point where if all the mass of the system were concentrated, the external forces would act as if they were acting on a single particle. എന്ന് വെച്ചാൽ എന്താ? ആ ബോഡിയുടെ മൊത്തത്തിലുള്ളൊരു മാസം ഒറ്റ പോയിന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു പോയിന്റിൽ ആണ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിക്കാണ് എന്ത് ചെയ്യുക, നമ്മളൊരു പ്രോബ്ലത്തിൽ എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എടുക്കുക. ഓക്കെ, that means external force would act as if they were acting on a single particle. അതായത് ആ സെൻറ്റർ ഓഫ് മാസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുള്ളൂ. Then if we have a system of n particles with masses m1 m2 etc mn and the position vectors r1 r2 rn, അങ്ങനെയാണെന്ന് ഒരു ബോഡി എടുക്കുക. ഇതാണ് നമ്മുടെ ബോഡി, ഒരു റാൻഡം ഷേപ്പിലുള്ള ഒരു ബോഡി എടുക്കുക. ഇതിൽ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന് മാസസ് m1 m2 mn അങ്ങനെ ഒരുപാട് മാസസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് ഇതിന് പൊസിഷൻ വെക്ടേഴ്സ് പറയുന്നുണ്ട്. പൊസിഷൻ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത്. ഈ ഒറിജിനിൽ നിന്ന് m1 എന്ന് പറഞ്ഞ മാസിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് പൊസിഷൻ വെക്ടർ ഓഫ് ദാറ്റ് മാസ്, അല്ലെങ്കിൽ ദാറ്റ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ദാറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണെന്ത്? r1, ഇതാണെന്ത്? r2, ഇതാണ് rn. നമുക്കൊരു സെൻറ്റർ ഓഫ് മാസ് ഉണ്ടല്ലോ, ഏകദേശം ഇവിടെയാണെന്ന് വിചാരിക്കുക. സെൻറ്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ R. ഓക്കെ, ദെൻ position vector of the center of mass R is given by R equal to m1 r1 plus m2 r2 plus etc plus mn rn divided by m1 plus m2 plus etc plus mn. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുക? സമ്മേഷൻ ആണല്ലോ, ഈ സമ്മേഷൻ മാറ്റിയിട്ട് സിഗ്മ കൊടുക്കുക. സോ സിഗ്മ i ഈക്വൽ ടു 1 to n mi ri ഡിവൈഡഡ് ബൈ സിഗ്മ i ഈക്വൽ ടു 1 n mi എന്ന് കൊടുക്കുക. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തത്? നമുക്ക് n പാർട്ടിക്കിൾസ് ഉണ്ട്, n പാർട്ടിക്കിൾസിന്റെ സമ്മേഷൻ ഉണ്ട്. അപ്പം ആ ഒരു ഒരു എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സിഗ്മ വെച്ചിട്ട് എന്ത് ചെയ്തത്? റീപ്ലേസ് ചെയ്തത്. ദെൻ ഈ സിഗ്മ i ഈക്വൽ ടു 1 to n mi എന്ന് വെച്ചാൽ എന്താ? ആ ഒരു ഹോൾ ബോഡിയിലുള്ള മൊത്തത്തിലുള്ള ഒരു മാസ് അല്ലേ? മൊത്തത്തിലുള്ള മാസ് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ക്യാപിറ്റൽ M എന്ന് എഴുതിക്കൂടെ? ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി. ദെൻ that means capital R is equal to sigma I equal to 1 n mi ri divided by capital M, where M is the total mass of the system. M equal to sigma I equal to 1 to n mi. In component form, if Ri equal to xi yi zi and capital R equal to xyz, അതായത് നമ്മളിപ്പോൾ എന്തുണ്ടാവും? ഒരു പൊസിഷൻ വെക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവും? 3 ഡയമെൻഷൻ ആണ് എന്നുണ്ടെങ്കിൽ
അപ്പോൾ എക്സ് കോമ്പണന്റ് ഉണ്ടാവും, വൈ കോമ്പണന്റ് ഉണ്ടാവും, സെഡ് കോമ്പണന്റും ഉണ്ടാവും. അതേപോലെ തന്നെ സെന്റർ ഓഫ് മാസ് ആണെന്നുണ്ടെങ്കിലോ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഡിനോട്ട് ചെയ്യാണ്. ദാറ്റ് മീൻസ് എന്താണ്, ആർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് വൈ സെഡ് ആണ് വിചാരിക്കുക. ദെൻ എക്സ് കോമ്പണന്റ് എന്ന് വെച്ചാൽ എന്താ, എക്സ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n mi xi divided by capital M, y equal to sigma I n equal to 1, sigma I equal to 1 to n mi yi divided by m, z equal to sigma I equal to 1 to n mi zi divided by capital M എന്ന് കിട്ടി. ഓക്കെ, ഇനി ഫോർ എ കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് വിചാരിക്കുക. എന്താണ് കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? ഈ ഒരു ബോഡിയുടെ, നമ്മളിപ്പോൾ നേരത്തെ എന്താണ് ഒരു ബോഡിയുടെ മാസുകൾ, അതായത് ബോഡിയിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം, n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനും എന്തുണ്ട്, ഓരോ മാസുകൾ ഉണ്ട്. ഈ മാസുകളൊക്കെ എന്താണ്, സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്, ഈ ഹോൾ ബോഡിയിൽ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ് വിത്തൗട്ട് എനി ബ്രേക്കേജ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്, കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ എങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം. ഒരു കണ്ടിന്യൂസ് ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മേഷൻ, അതായത് എന്താണ്, സിഗ്മ സൈനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയിട്ട് അതിനെ ഇന്റഗ്രൽ ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ we replace the summation with an integral. If rho of r is the density of the object at position r, then the position vector of the center of mass is capital R equal to integral r dm divided by integral dm. Okay, ഈ m എന്ന് വെച്ചാൽ എന്താ, മാസ്, and r എന്ന് വെച്ചാൽ പൊസിഷൻ വെക്ടർ. സോ ഇന്റഗ്രൽ r rho of r dv divided by integral rho of r dv. അതെന്തുകൊണ്ടാ, മാസ് എന്ന് വെച്ചാൽ എന്താ, മാസ് എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ. അതായത് ഡി എം എന്ന് പറയുന്നത് എന്തായിരിക്കും, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലേ ഒരു ബോഡിയുടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റോ എന്ന് വെച്ചാൽ എന്താ, റോ എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആണ്. ദെൻ ഡി വി, ഈ വി എന്ന് വെച്ചാൽ എന്താ, വോളിയം ഓഫ് ദ ബോഡി. ദെൻ നമ്മൾ അത് റീപ്ലേസ് ചെയ്യുക, എന്ത്, ഡി എമ്മിനെ റോ ഓഫ് ആർ ഡി വി വെച്ച് റീപ്ലേസ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടി, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്, ഈ ഇന്റഗ്രേഷൻ റോ ഓഫ് ആർ ഡി വി എന്ന് വെച്ചാൽ എന്താ, ആ ഹോൾ ബോഡിയുടെ മാസ് ആണ്. ഓക്കെ, അതിനെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ എം, ദാറ്റ് മീൻസ് ടോട്ടൽ മാസ് ഓഫ് ദാറ്റ് ബോഡി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ഫോർ എ കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ capital R equal to integral R rho of R dv divided by capital M എന്ന് കിട്ടി. വേർ ഡി വി എന്ന് പറയുന്നത് ഇൻഫിനിറ്റിസിമൽ വോളിയം ആണ്. ഇൻഫിനിറ്റിസിമൽ വോളിയം എന്ന് വെച്ചാൽ എന്താ, ഞാനിപ്പോൾ ഈ ഒരു ബോഡി എടുത്തു, ഈ ഒരു ബോഡിയിൽ ചെറിയൊരു പാർട്ട് എടുക്കുകയാണ്. ഈ ഒരു പാർട്ടിന്റെ വോളിയം ആണ് എന്ത് പറയുന്നത്, ഇൻഫിനിറ്റിസിമൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻഫിനിറ്റിസിമൽ വോളിയത്തിന്റെ ഇന്റഗ്രൽ എടുക്കുകയാണ്, ഓൾ ഓവർ ദ ബോഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ വോളിയം ഓഫ് ദാറ്റ് ബോഡി കിട്ടും. ദാറ്റ് മീൻസ് വി, ക്യാപിറ്റൽ വി. സിമിലർലി ഫോർ വൺ ഡയമെൻഷൻ ദിസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, അതായത് എക്സ് കോമ്പണന്റ് മാത്രം എടുക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് ആറുള്ളടത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, പൊസിഷൻ വെക്ടർ ആറുള്ളടത്ത് എന്ത് എഴുതാൻ പറ്റും, എക്സ് എഴുതാൻ പറ്റും. സോ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് റോ ഓഫ് എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ റോ ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇനി സെന്റർ ഓഫ് മാസ് കാണാനുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതായത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ എക്സാമിൽ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് കുറച്ച് ഒരു 2-3 പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. എക്സാമ്പിൾ 1, 2 particles. ഓക്കെ, 2 particles of mass m1 equal to 2 kg and m2 equal to 3 kg are located at positions r1 equal to r1 നമുക്ക് തന്നിട്ടുണ്ട് 1 2, r2 തന്നിട്ടുണ്ട് 4 -1 റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം. നമുക്ക് എന്താ കാണേണ്ടത്, ക്യാപിറ്റൽ ആർ ആണ് കാണേണ്ടത്. നമുക്ക് സെന്റർ ഓഫ് മാസിന്റെ ജനറൽ ഇക്വേഷൻ അറിയാം. എന്തായിരുന്നു ജനറൽ ഇക്വേഷൻ, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് m1 r1 പ്ലസ്
m2 r2 plus etc plus mn rn divided by m1 plus m2 plus etc mn. ഓർ സിംപ്ലി എന്ത് ചെയ്താം, ക്യാപിറ്റൽ എം എന്ന് എഴുതിയാലും മതി. ഇവിടെ നമുക്ക് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? ഓൺലി 2 അല്ലേ ഉള്ളൂ. അപ്പോൾ m1 ഉം m2 മതിയല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, m1 r1 plus m2 r2 divided by capital M, അതായത് m1 plus m2. ഓക്കെ, ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാസ് തന്നിട്ടുണ്ട്. മാസ് എന്ന് പറയുമ്പോൾ 2 kg അല്ലേ. 2 into r1 എന്ന് പറയുമ്പോൾ 12 plus m2 എന്ന് പറയുമ്പോൾ 3 into 4 minus 1 divided by 2 plus 3 എന്ന് വരും. ഓക്കെ, എന്ന് വെച്ചാൽ 2 4 plus 3 into 4 12 minus 3 divided by 2 plus 3 എന്ന് വരും, 5 എന്ന് വരും. ഓക്കെ, ഇതിനൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 14 minus 7 divided by 5. സോറി 1 3 minus 4 minus 3 അല്ലേ. അപ്പം എന്താ? ഓക്കെ, പ്ലസ് 1 നമുക്ക് ഇങ്ങനെ കിട്ടി. ദാറ്റ് മീൻസ് the final answer is 14 1 divided by 5 is equal to 2.8, 0.2 meter. Therefore, the center of mass is located at 2.8, 0.2 meter. Okay, ഇനി എക്സാമ്പിൾ 2 നോക്കാം. എക്സാമ്പിൾ 2 ആണെന്നുണ്ടെങ്കിലോ, യൂണിഫോം റോഡിൻ്റെ കേസിലാണ് വിചാരിക്കുക. ഒരു യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് എൽ, ഇപ്പോൾ ഒരു എക്സ് ആക്സിസിൽ എടുക്കുകയാണെന്ന് വിചാരിക്കട്ടെ. നമ്മുടെ എക്സ് ആക്സിസ് ആണ്. ദെൻ ഇതാണ് x ഈക്വൽ ടു 0, x ഈക്വൽ ടു L. ഇതാണ് നമ്മുടെ റോഡ്. ഓക്കെ, ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ യൂണിറ്റ് റോഡ് ഓഫ് ലെങ്ത് L ആൻഡ് മാസ് M ആണ്. ഇനി നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൻസിറ്റി ഓഫ് എ യൂണിഫോം റോഡ് എന്ന് പറയുന്നത് മാസ് ബൈ ലെങ്ത് ആണ്. അതായത് റോ എന്ന് പറയുന്നത്, റോ ഈക്വൽ ടു എന്താ? M/L ആയിരിക്കും. സോ റോ ഈക്വൽ ടു M/L. ദെൻ നമ്മുടെ എക്സ് കോമ്പണന്റ്, അതായത് ഇത് 1 ഡയമെൻഷൻ അല്ലേ. 1 ഡയമെൻഷൻ ആകുമ്പോൾ നമുക്ക് എക്സ് ആക്സിസും ആണ്. സോ ആർ എങ്ങനെ ചെയ്താൽ നമുക്ക് CM, സെൻറ്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ, അതായത് എക്സ് കോമ്പണന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to L x rho dx divided by integral 0 to L rho dx is equal to rho integral 0 to L x dx divided by rho integral 0 to L dx. ഓക്കെ, ഇതിനെ ഈ റോ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണല്ലോ. അതായത് ഈ റോഡിന്റെ മാസ് മാറുന്നില്ല, ലെങ്ത് മാറുന്നില്ല. അപ്പൊ എന്താണ്? ഡെൻസിറ്റി റോ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലേ. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. പുറത്തേക്ക് എടുത്താൽ സെയിം ക്വാണ്ടിറ്റി താഴെ തന്നെ ഉണ്ടല്ലോ, ക്യാൻസൽ ചെയ്തു. ദെൻ ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് വെച്ചാൽ എന്താ? x²/2. ഓക്കെ, x²/2 ഫ്രം 0 to L. പിന്നെന്താ? ഇന്റഗ്രൽ 1 dx എന്ന് വെച്ചാൽ എന്താ? എക്സ്. സോ എക്സ് ഫ്രം 0 to L എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ L²/2 ഡിവൈഡ് ബൈ L. സോ എന്താണ്? L/2 ആണ് എന്ത്? യൂണിഫോം റോഡിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് കറക്റ്റ് സെൻട്രലായിരിക്കും ഒരു L ലെങ്ത് ഉള്ള യൂണിഫോം റോഡിന്റെ. ദെൻ എക്സാമ്പിൾ 3, എ കളക്ഷൻ ഓഫ് പോയിന്റ് മാസസ്. Consider 3 point masses m1 equal to 1 kg at 0, 0, m2 equal to 2 kg at 1, 1 and m3 equal to 3 kg at 2, -1. Find the center of mass. എങ്ങനെ കാണാം? അതായത് 3 പാർട്ടിക്കിൾസ് ഉണ്ട്, 3 മാസസ് ഉണ്ട്, 3 റേഡിയൽ വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിനെ നമുക്ക് പൊസിഷൻ വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ദെൻ m1 x1 plus m2 x2 plus m3 x3 divided by m1 plus m2 plus m3. ഇതിന് നമുക്ക് എക്സ് കോമ്പണന്റും കാണണം, വൈ കോമ്പണന്റും കാണണം. എന്താണ്? ആർ ഓഫ് CM എന്ന് പറയുന്നത് എന്താ? എക്സ് വൈ ഇൻ 2 ഡയമെൻഷൻ. ഓക്കെ,
2 ഡയമെൻഷണൽ കേസിൽ. ദെൻ എന്താണ് x1ഉം x1 x2 x3യും മാസുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്താണ് 1 × 3 + 2 × 1 + 3 × 2 / 1 + 2 + 3 എന്ന് കിട്ടും. ദെൻ ഇതിനെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 0 + 2 + 6 / 6 = 8/6 = 4/3 എന്ന് വരുന്നു. ആൻഡ് y കോമ്പണന്റ് ഓഫ് 6 കാണുന്നുണ്ടെങ്കിലോ y = m1 y1 + m2 y2 + m3 y3 ഡിവൈഡഡ് ബൈ m1 + m2 + m3 എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 × 0 + 2 × 1 + 3 × -1 ഡിവൈഡഡ് ബൈ 1 + 2 + 3 = എന്താ 0 + 2 - 3 ഡിവൈഡ് ബൈ 6 = -1/6 എന്ന് കിട്ടി. Okay, then therefore the center of mass of the collection of masses is 4/3, -1/6. Then properties of center of mass. Motion of the center of mass എന്ന് പറയുന്നത്, അതായത് നമ്മൾ എന്താണ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതായത് ഒരു ബോഡിയുടെ ഹോൾ മാസ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ഹോൾ ബോഡിയുടെ മാസ് ആ ഒരു പോയിന്റിലാണ്, അതായത് സെന്റർ ഓഫ് മാസിലാണ് എന്നുള്ള രീതിക്കാണ് എന്ത് ചെയ്യുന്നത്, സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്റേണൽ ഫോഴ്സസ് ആണ്. Internal forces within the system do not affect the motion of the center of mass. Only external forces can change the velocity of the center of mass. That means internal force, ഇപ്പം എന്താണ് ആ ഒരു ബോഡിയുടെ ഉള്ളിൽ കുറെ ഇന്റേണൽ ഫോഴ്സസ് നടക്കുന്നുണ്ട് വിചാരിക്കുക, പാർട്ടിക്കിൾസ് തമ്മിൽ. ഈ ഇന്റേണൽ ഫോഴ്സസ് കാരണം ഈ സെന്റർ ഓഫ് മാസിന്റെ എന്ത് മാറുന്നില്ല, മോഷൻ ഒന്നും മാറുന്നില്ല, വെലോസിറ്റി മോഷൻ ഒന്നും മാറുന്നില്ല. എന്തുണ്ടെങ്കിൽ മാത്രമേ മാറുന്നുള്ളൂ, എക്സ്റ്റേണൽ ഫോഴ്സ് എന്തെങ്കിലും അതിന്റെ മേലെ അപ്ലൈ ചെയ്താൽ, അറ്റ് ദാറ്റ് പോയിന്റ് സെന്റർ ഓഫ് മാസിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ മോഷൻ ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ, then conservation of momentum. If the net external force on a system is 0, the velocity of the center of mass remains constant. അതായത് എന്താണ്, നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ വെലോസിറ്റി ഓഫ് ദ സെന്റർ ഓഫ് മാസ് കോൺസ്റ്റന്റ് ആണ് എന്ന് വെച്ചാൽ ഇത് തന്നെയല്ലേ നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ പഠിച്ചത്. സോ ഇനി ഈ സെന്റർ ഓഫ് മാസ് നമ്മൾ ഏതൊക്കെ ഫീൽഡിൽ യൂസ് ചെയ്യുന്നു, എന്തിനാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, collision analysis. The concept of the center of mass is essential in analyzing collisions between objects. The total momentum of the system, which depends on the velocity of the center of mass, is conserved during collisions, assuming no external forces are acting. Note that no external forces are acting. Then rocket propulsion. Rocket propulsion principle നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ് നടക്കുന്നത് എന്തില്, റോക്കറ്റ് പ്രൊപ്പൽഷനിൽ. സോ rocket propulsion relies on the principle of conservation of momentum. As the rocket expels exhaust gases, it experiences a forces in the opposite direction, causing it to accelerate. The center of mass of the rocket exhaust system remains constant. അതെന്തുകൊണ്ടാ, നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ഇല്ല, ഇതൊരു ക്ലോസ്, അതായത് റോക്കറ്റ് ഗ്യാസ് എന്ന് പറഞ്ഞ സിസ്റ്റം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണ് എന്ന് അസ്യൂം ചെയ്തത് കൊണ്ടാണ് അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സസും അപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ഓഫ് എന്താണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തത്. സോ നെക്സ്റ്റ് വൺ, സ്റ്റെബിലിറ്റി ഓഫ് ദ ഒബ്ജക്ട്സ്. അതായത് എന്താണ്, സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്കൊരു ഒബ്ജക്റ്റിന്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദ പൊസിഷൻ ഓഫ് ദ സെന്റർ ഓഫ് മാസ് ഡിറ്റർമിൻസ് ദ സ്റ്റെബിലിറ്റി ഓഫ് എൻ ഒബ്ജക്ട്. ഇഫ് ദ സെന്റർ ഓഫ് മാസ് is located above the support base, not above the support base, the object is stable. If it's outside the support base, the object will topple over. Below support base ആണെന്നുണ്ടെങ്കിൽ, ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, ബിൽഡിംഗ് ഈസ് ഡിസൈൻ ടു ഹാവ് ഇറ്റ് സെന്റർ ഓഫ് മാസ് ലോ ടു ഇൻഷുർ സ്റ്റെബിലിറ്റി. അതായത് ബേസിൻ്റെ അടുത്തായിട്ടാണ് സെന്റർ ഓഫ് മാസ് വരിക ആർക്ക്, ബിൽഡിങ്ങിന്. അങ്ങനെയാണ് ബിൽഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, ആ ബിൽഡിങ്ങിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് സെന്റർ ഓഫ് മാസ് ബേസിനോട് അടുപ്പിച്ചിട്ടാണ് വെക്കുക. ഓക്കെ,
Next one, sports. Athletes manipulate their center of mass to improve the performance in various sports. For example, high jumper adjust their body position to raise their center of mass to clear the bar. അതായത് ഹൈ ജമ്പിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാർ ഉണ്ടല്ലോ, ആ ബാർ അപ്പുറം കടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഹൈ ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സെന്റർ ഓഫ് മാസ് അഡ്ജസ്റ്റ് ചെയ്യും, പൊസിഷൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. Then fifth one, engineering. Civil engineers use the center of mass concept when designing bridges and buildings. Determining the center of mass helps them to ensure the structural stability of these constructs. Okay ആണല്ലോ. Then ഇനി നമ്മൾ എന്ത് ചെയ്യുക, സെന്റർ ഓഫ് മാസിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ട് ടേബിളാർ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണ്, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് ഒരു ബ്രീഫായിട്ട് നോക്കാം. പ്രോപ്പർട്ടി ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ പോയിന്റ് റെപ്രസെൻറ്റിംഗ് ദ ആവറേജ് പൊസിഷൻ ഓഫ് മാസ് ഇൻ എ സിസ്റ്റം. ഓക്കെ, മോഷൻ എന്ന് പറയുന്നതോ moves as if all the mass is concentrated there and all external forces act there. Internal forces do not affect the motion of the center of mass. Only external force will influence the motion of that center of mass. Then external forces determine the motion of the center of mass, and zero external force aanundengilo the velocity of the center of mass will be remains constant. Okay, then okay, thank you.